Hello friends, welcome back to my channel Tips and Tricks. 12500 PSC Bulletin question discussion ആണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. PSCയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ക്വസ്റ്റ്യനും ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ടതാണ്. ഇന്ന് ഭാഗം 20. ഇതിന് മുന്നേയുള്ള ഭാഗങ്ങൾ കാണണമെങ്കിൽ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? മോസ്കോ. മോസ്കോയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം. പാട്ന നഗരം സ്ഥാപിച്ചത് ഷേർഷാ സൂരിയാണ്. അപ്പോൾ പാട്ന നഗരം സ്ഥാപിച്ചത് ആരാണ്? ഷേർഷയാണ്. ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലമാണ് ബാഴ്സിലോണ. ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം ബാഴ്സിലോണ. ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഹോക്കി ജേതാക്കളായ രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഹോക്കി ജേതാക്കളായ ടീം പാകിസ്ഥാൻ ടീമാണ്. അടുത്ത ചോദ്യം, പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ്? ആറന്മുളയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ് ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ കാലഘട്ടം 1977-79 കാലഘട്ടമാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്നു ജനതാദൾ. ജനതാദൾ പാർട്ടിയെയാണ് മൊറാർജി ദേശായി പ്രതിനിധീകരിച്ചിരുന്നത്. അടുത്ത ചോദ്യം, പാണ്ഡെയുടെ ജന്മദേശം? ചൈന. ചൈനയാണ് പാണ്ഡെയുടെ ജന്മദേശം. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകളാണ്. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകളാണ്. ജീൻ എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? വില്യം ജൊഹാൻസൺ ആണ് ജീൻ എന്ന ടേം കോയിൻ ചെയ്തത്. PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ബുദ്ധം, ധർമ്മം, സംഘം. ബുദ്ധം, ധർമ്മം, സംഘം എന്നിവയാണ് ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ രണ്ടാമനാണ് അവസാനത്തെ മുഗൾ ഭരണാധികാരി. അടുത്ത ചോദ്യം, ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിലാണ്. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിലാണ്. പറയിപെറ്റ പന്തീരുകുലത്തിലെ ഏക വനിതയാണ് കാരയ്ക്കലമ്മ. അപ്പോൾ കാരയ്ക്കലമ്മയാണ് പറയിപെറ്റ പന്തീരുകുലത്തിലെ ഏക വനിത. ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷയാണ് സംസ്കൃതം. ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ ഏതാണ്? സംസ്കൃതമാണ്. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് നീണ്ടകര ഫിഷിംഗ് ഹാർബർ. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആണ് നീണ്ടകരയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും നോർവേയും ചേർന്ന് സംയുക്തമായിട്ടുള്ള പ്രോജക്റ്റ്. ഇത് ആരംഭിച്ച വർഷം 1952. ഈ പ്രോജക്റ്റ് അവസാനിച്ച വർഷം 1972. 1952 ആരംഭിച്ച പ്രോജക്റ്റ് ആണ്. പൂർത്തിയായി വന്നപ്പോൾ 1972 ആയി. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആണ്, ഓർത്തിരിക്കുക. പാർത്തിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തനാണ് ഗോണ്ടോ ഫെർണസ്. പാർത്തിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ ആരാണ്? ഗോണ്ടോ ഫെർണസ് ആണ്. നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീർ ആണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് ഏലക്കായി ആണ്. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത് ഏലക്കായ്. ന്യൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? അസമിലാണ് ന്യൂൻമതി എണ്ണ ശുദ്ധീകരണശാല. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവ്യർ. അപ്പോൾ സെബാസ്റ്റ്യൻ സേവ്യർ ഒരു നീന്തൽ താരമാണ്. പ്രത്യേകത എന്താണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യർ. നൂർജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം
ലോകത്തിന്റെ പ്രകാശം. ലോകത്തിന്റെ പ്രകാശം എന്നതാണ് നൂർജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ ഗേറ്റ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇന്ത്യ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ബൈസൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാനയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ. അടുത്ത ചോദ്യം, ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം 1852. 1852 ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ബാലകലേശം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. അപ്പോൾ രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യയാണ് 250. ഷോളാപൂർ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം? പരുത്തി തുണിത്തരങ്ങൾ വ്യവസായത്തിനാണ് ഷോളാപൂർ പ്രസിദ്ധം. പരുത്തി തുണി തരങ്ങൾ വ്യവസായം. രാജ്യസഭാ അംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയാണ് AK ആന്റണി. രാജ്യസഭാ അംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി AK ആന്റണി. അടുത്ത ചോദ്യം, രണ്ടാം ജൈനമത സമ്മേളനം നടന്ന വർഷം. രണ്ടാം ജൈനമത സമ്മേളനം നടന്ന വർഷം AD 512. AD 512 രണ്ടാം ജൈനമത സമ്മേളനം നടന്നത്. നൂർജഹാന്റെ പഴയ പേര് എന്താണ്? മെഹറുനിസ എന്നതാണ് നൂർജഹാന്റെ പഴയ പേര്. സോണിപട്ട് എന്ന സ്ഥലം എന്തിനാണ് പ്രസിദ്ധം? സൈക്കിളുകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് സോണിപട്ട്. രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനമുള്ളത് മഹാരാഷ്ട്രയാണ്. 19 രാജ്യസഭാ അംഗങ്ങളാണ് മഹാരാഷ്ട്രയിലുള്ളത്. രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര. 19 സീറ്റാണ് അവിടെ നിന്നുള്ളത്. ഹൊമിനിഡേ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവിയാണ് മനുഷ്യൻ. ഹൊമിനിഡേ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവി ആരാണ്? മനുഷ്യനാണ്. 100ാമത്തെ സാഹിത്യ നൊബേൽ ജേതാവാണ് JM കൂട്സെ ആണ് 100ാമത്തെ സാഹിത്യ നൊബേൽ ജേതാവ്. ഏറ്റവും വലിയ സാർക്ക് രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ബഹിരാകാശത്ത് പോയ ആദ്യ മുസ്ലിം ആരാണ്? പ്രിൻസ് സുലൈമാൻ അൽ മസൂദ്. ബഹിരാകാശത്ത് പോയ ആദ്യ മുസ്ലിമാണ് പ്രിൻസ് സുലൈമാൻ അൽ മസൂദ്. ശൃംഗേരി മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യരാണ്. ബർമൂഡ ഏത് രാജ്യത്തിന്റെ ആശ്രിത പ്രദേശമാണ്? യുണൈറ്റഡ് കിങ്ഡം. ബർമൂഡ ഏത് രാജ്യത്തിന്റെ ആശ്രിത പ്രദേശമാണ്? UK, യുണൈറ്റഡ് കിങ്ഡം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം. ബർമയെ അല്ലെങ്കിൽ മ്യാൻമറിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. അടുത്ത ചോദ്യം, രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം സൊയൂസ് T-11. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം സൊയൂസ് T-11 ആണ്. ബരാമതി സ്റ്റേഡിയം എവിടെയാണ്? കട്ടക്ക്, ഒഡീഷ. ബരാമതി സ്റ്റേഡിയം എവിടെയാണ്? കട്ടക്കിലാണ്. രണ്ടാം ജിനൻ എന്നറിയപ്പെട്ടത് ആര്യ സുധർമ്മനാണ് രണ്ടാം ജിനൻ എന്നറിയപ്പെട്ടത്. ബ്രാഹ്മണങ്ങൾ എന്നാൽ വേദവ്യാഖ്യാനങ്ങളാണ്. ബ്രാഹ്മണങ്ങൾ എന്നാൽ വേദവ്യാഖ്യാനങ്ങൾ. ബക്സാർ യുദ്ധത്തിൽ 1764 ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് മിർ കാസിമിനെയാണ്. ബക്സാർ യുദ്ധത്തിൽ 1764 ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ആരെയാണ്? മിർ കാസിമിനെയാണ്. ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ചൈന. ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? ചൈനയാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത്.
ഭാരതത്തിൽ പ്രത്യേക നിയോജകമണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമ പരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽ നിയമം, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. ഇന്ത്യൻ കൗൺസിൽ നിയമം 1909 വഴിയാണ് ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയത്. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ C6H12O6 എന്നതാണ് പഞ്ചസാരയുടെ സൂത്രവാക്യം. പാവോക്രിസ്റ്റാറ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ്? മയിലിന്റെ ശാസ്ത്രനാമമാണ് പാവോക്രിസ്റ്റാറ്റസ്. കാന്തശക്തി വൈദ്യുത ശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. മാഗ്നറ്റിക് എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. ഖേത്രി ഖനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹമാണ് ചെമ്പ്. ഖേത്രി ചെമ്പ് ഖനി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഹൊഗേനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ് ഹൊഗേനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ശാന്തിവൻ ആരുടെ സമാധി സ്ഥലമാണ്? നെഹ്റുവിന്റെ സമാധി സ്ഥലമാണ് ശാന്തിവൻ. കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജന്തുവാണ് ബീവർ. പാണിനി ഏത് നിലയിലായിരുന്നു പ്രശസ്തൻ? സംസ്കൃത വൈയാകരണനായിരുന്നു പാണിനി. സംസ്കൃത വൈയാകരണൻ. വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് രാസപരമായി എന്താണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ്. വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് രാസപരമായി കാൽസ്യം ഓക്സലേറ്റ് ആണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖമാണ് കറാച്ചി തുറമുഖം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? കറാച്ചി തുറമുഖമാണ്. പഴശ്ശിരാജ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു പഴശ്ശിരാജ മ്യൂസിയം. അപ്പോൾ പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ്. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂരിലാണ്. പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം ആണ് ചഗായി കുന്നുകൾ. പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം ചഗായി കുന്നുകളാണ്. ഓർത്തിരിക്കുക. ഭാരതത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ഉദയത്തിന് യഥാർത്ഥത്തിൽ കാരണമായ യുദ്ധം ഏതാണ്? രണ്ടാം പാനിപ്പട്ട് യുദ്ധമാണ്. ഭാരതത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ഉദയത്തിന് യഥാർത്ഥത്തിൽ കാരണമായ യുദ്ധം രണ്ടാം പാനിപ്പട്ട് യുദ്ധം. പഴശ്ശിരാജാവിന്റെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ എന്നതാണ്. പഴശ്ശിരാജാവിന്റെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് റഹ്മത്ത് അലിയാണ്. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? റഹ്മത്ത് അലി. വൃക്കയെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. വൃക്കയെ കുറിച്ചുള്ള പഠനം എന്താണ്? നെഫ്രോളജി. ക്രിമിയൻ യുദ്ധം എപ്പോഴായിരുന്നു? 1854-56 കാലഘട്ടത്തിലായിരുന്നു ക്രിമിയൻ യുദ്ധം. 1854-56. ക്രിമിയൻ യുദ്ധം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്ലോറൻസ് നൈറ്റിംഗലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വർഷം ഓർത്തിരിക്കുക, 1854-56 കാലഘട്ടം. പാപനാശം സ്കീം ഏത് നദിയിലാണ്? താമ്രപർണിയിലാണ് പാപനാശം സ്കീം. താമ്രപർണി. നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽസ്യം ഓക്സൈഡ് ആണ്. കാൽസ്യം ഓക്സൈഡ് ആണ് നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു. പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ ആണ്. പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവോ? റഹ്മത്ത് അലി. പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ. അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം 1790. ഓർത്തിരിക്കുക, അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം 1790 ആണ്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പരുന്താണ്. ഈഗിളാണ് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കി. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ്? റൂർക്കിയാണ്. പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി പ്രോട്ടോസോവയാണ്. ആ പ്രോട്ടോസോവയുടെ പേരെന്താ? പ്ലാസ്മോഡിയം വൈവാക്സ്. പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന പ്രോട്ടോസോവയാണ് മലമ്പനി പരത്തുന്നത്. അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ്. അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ജവഹർലാൽ നെഹ്റുവും ചൗൻലായും ചേർന്നിട്ടാണ്. ഏത് വർഷം? 1954. ജവഹർലാൽ നെഹ്റുവും ചൗൻലായും ചേർന്നാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജസമാചാരം ഡോക്ടർ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് വർഷത്തിൽ? AD 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പാലസിൽ നിന്നാണ് ഹെർമൻ ഗുണ്ടർട്ട് കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരിച്ചത്. AD 1847.
ക്രിസ്റ്റഫർ റീവ് ജീവൻ നൽകിയ അമാനുഷ കഥാപാത്രമാണ് സൂപ്പർമാൻ. അപ്പോൾ സൂപ്പർമാന് ജീവൻ നൽകിയ ആൾ ആരാണ്? ക്രിസ്റ്റഫർ റീവ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആന്ധ്രാപ്രദേശ് ഗവർണറായ മലയാളി ആരാണ്? ആന്ധ്രാപ്രദേശ് ഗവർണറായ മലയാളിയാണ് പട്ടം താണുപിള്ള. അപ്പോൾ പട്ടം താണുപിള്ള ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. പർവ്വത ആരോഹകനായിരുന്ന എഡ്മണ്ട് ഹിലാരി ഏത് രാജ്യക്കാരനായിരുന്നു? ന്യൂസിലൻഡുകാരനായിരുന്നു എഡ്മണ്ട് ഹിലാരി. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊച്ചിയിലാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. പാക് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രം. കൊച്ചി കോട്ടയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ പേരാണ് മാനുവൽ കോട്ട. കൊച്ചി കോട്ടയെ പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത് പേരെന്താണ്? മാനുവൽ കോട്ട എന്നായിരുന്നു. പിൽക്കാലത്ത് 1952 വഡോദരയിലേക്ക് മാറ്റിയ റെയിൽവേ സ്റ്റാഫ് കോളേജ് 1930 എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂൺ. 1930 റെയിൽവേ സ്റ്റാഫ് കോളേജ് എവിടെയായിരുന്നു? ഡെറാഡൂണിലായിരുന്നു. 1952 ആയപ്പോൾ അത് എങ്ങോട്ട് മാറ്റി? വഡോദരയിലേക്ക് മാറ്റി. അടുത്ത ചോദ്യം, ഏത് ലോഹത്തിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ടോക്കൺ കറൻസി നടപ്പിലാക്കിയത്? ചെമ്പ്. അപ്പോൾ ടോക്കൺ കറൻസി നടപ്പിലാക്കിയത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഏത് ലോഹത്തിലാണ്? ചെമ്പിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചിയിൽ. അതുപോലെ തന്നെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കൊച്ചിയിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും കൊച്ചിയിലാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനമാണ് സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ. സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ എന്നതാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനം. ഏത് ലോഹത്തിന്റെ അയിരാണ്? സിന്നബാർ. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയാണ് മഹാവിഷ്ണു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ആരാണ്? മഹാവിഷ്ണു ആണ്. ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു ആര്? മൗണ്ട് ബാറ്റൺ പ്രഭു. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ചെന്നൈയിലാണ് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇമ്പോർട്ടന്റ് ആണ് ലെതർ. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് കോമൺവെൽത്ത് ഗെയിംസ്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? കോമൺവെൽത്ത് ഗെയിംസ് എന്നതാണ്. ഏത് നദിയുടെ പോഷക നദികളിൽ നിന്നുമാണ് പഞ്ചാബിന് പേര് ലഭിച്ചത്? സിന്ധു. പഞ്ചാബിലെ സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും വലുത് സത്ലജ് ആണ്. പഞ്ചാബിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിച്ചാൽ സത്ലജ് ആണ്. അപ്പോൾ സിന്ധുവിന്റെ പോഷക നദികൾ 5 പോഷക നദികളും പഞ്ചാബിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചത്. സെൻട്രൽ ലാക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റാഞ്ചിയിലാണ്. സെൻട്രൽ ലാക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലാക്. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത്? 1772 സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത്. ക്രിസ്തുമതത്തെ പ്രോത്സാഹിപ്പിച്ച ആദ്യ ചക്രവർത്തിയാണ് കോൺസ്റ്റാന്റൈൻ. ക്രിസ്തുമതത്തെ പ്രോത്സാഹിപ്പിച്ച ആദ്യ ചക്രവർത്തി ആരാണ്? കോൺസ്റ്റാന്റൈൻ ആണ്. ഏത് വംശക്കാരനായിരുന്നു ബാബർ? ചാഗാത്തായ് തുർക്ക്. ചാഗാത്തായ് തുർക്ക് വംശക്കാരനായിരുന്നു ബാബർ. ചാഗാത്തായ് തുർക്ക്. സെൻട്രൽ മൈനിങ് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ധൻബാദിലാണ് സെൻട്രൽ മൈനിങ് റിസർച്ച് സ്റ്റേഷൻ. എവിടെയാണ്? ധൻബാദിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സീരീസ് ഞാൻ ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്